സർ, എങ്കിലും ചില കാര്യങ്ങൾ 2016 UDF അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ എണ്ണം 34,43,414 അന്ന് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു. 600 രൂപയായിരുന്നു അന്നത്തെ പെൻഷൻ. കഴിഞ്ഞ UDF സർക്കാർ ആകെ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത് 9,011 കോടി രൂപയായിരുന്നു. സർ, കഴിഞ്ഞ LDF സർക്കാർ 35,154 കോടി രൂപ വിതരണം ചെയ്തു. ഈ സർക്കാർ ഇതുവരെ 35,400 കോടി രൂപ വിതരണം ചെയ്തു. നിലവിൽ 63,67,000 പേർക്ക് 1,600 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുകയാണ്. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിഹിതമെടുത്താൽ ഏതാണ്ട് 98% സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് നടപ്പിലാക്കുന്നത്. നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും 2% മാത്രം. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ, ഈ 3 പെൻഷനുകൾക്കാണ് കേന്ദ്രവിഹിതമുള്ളത്. അത് 6,80,000 പേർക്കാണ്. കേന്ദ്രവിഹിതം 300 രൂപ വീതം മാത്രമാണ്. ഈ കേന്ദ്രവിഹിതവും കൃത്യമായി ലഭിക്കുന്നില്ല എന്നത് വേറൊരു ഭാഗമാണ്. സർ, 2023 ജൂലൈ മുതൽ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത്. അതിനായി ചെലവഴിച്ച 429 കോടി രൂപ ഇപ്പോഴും തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ആ ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത വ്യവസായ മേഖല വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. UDF ഭരണകാലത്ത് ആ മേഖല, പ്രത്യേകിച്ച് കയറ്, മത്സ്യം, കൈത്തറി, ഖാദി, ഇങ്ങനെ എല്ലാം അതിദയനീയാവസ്ഥയിലായിരുന്നു. തൊഴിലാളികൾ പട്ടിണിയിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ പരമ്പരാഗത തൊഴിൽ മേഖലകളെ ആകെ പുനരുജ്ജീവിപ്പിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞുവെന്നത് അഭിമാനപൂർവ്വം തന്നെ ഞങ്ങൾ പറയുകയാണ്. പരമ്പരാഗത മേഖലയ്ക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീമിന് UDFൻ്റെ 2011-16 കാലത്ത് 210 കോടി രൂപയായിരുന്നു നൽകിയത്. LDF കഴിഞ്ഞ 8 വർഷക്കാലം 550 കോടി രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഖാദി മേഖല എടുത്താൽ UDF 260 കോടി രൂപയാണ് 2011-16 കാലത്ത് നൽകിയത്. ഈ 8 വർഷം 437 കോടി രൂപ നൽകിയിട്ടുണ്ട്. കയർ മേഖല 599 കോടി രൂപയാണ് UDFൻ്റെ 5 വർഷം നൽകിയത്. LDFൻ്റെ 8 വർഷം 1,600 കോടി രൂപയാണ് നൽകിയത്. സർ, കശുവണ്ടി മേഖലയ്ക്ക് UDFൻ്റെ 5 വർഷം 236 കോടി രൂപയായിരുന്നു. LDFൻ്റെ 8 വർഷം 660 കോടി രൂപയാണ് നൽകിയത്. കരകൗശല മേഖലയ്ക്ക് UDFൻ്റെ 5 വർഷം എടുത്താൽ 25 കോടി രൂപ, LDFൻ്റെ 8 വർഷം 52 കോടി രൂപ. അപ്പോൾ പരമ്പരാഗത തൊഴിൽ മേഖലയെ കൂടുതൽ ശാക്തീകരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തി, ആധുനികവൽക്കരണവും കൂടുതൽ വിപണിയും ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്.